മെട്രിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഇക്വാലിറ്റി, അഡീഷൻ, സബ്ട്രാക്ഷൻ എക്സെട്ര. അപ്പം ആ പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മൂന്ന് മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിലാദ്യം കണ്ടുപിടിക്കേണ്ടത് A+B. രണ്ട് മെട്രിക്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ അറിയേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയാമോ? ആ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡറുകൾ സെയിം ആണോ എന്നുള്ളത്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2x2, ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2x2. രണ്ട് മെട്രിക്സിൻ്റെ ഓർഡറുകൾ സെയിം ആണ്. നമുക്ക് അതുകൊണ്ട് അതിനെ ആഡ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. 1 - 2 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻസിനെ ആഡ് ചെയ്താൽ മതി. 2ഉം 1ഉം ആഡ് ചെയ്യുക, ഇവിടെ 2ഉം 5 ആഡ് ചെയ്യുക, ഇവിടെ 4ഉം 3 ആഡ് ചെയ്യുക, 3ഉം -2ഉം കൂടെ ആഡ് ചെയ്യുക. ആൻസർ ഒന്ന് എഴുതിയേക്കാം. എന്താ വരിക? ആൻസർ ഈസ് ഈക്വൽ ടു 2 1 കൂടെ ആഡ് ചെയ്യുമ്പം 3 വരും, 4ഉം 3ഉം ആഡ് ചെയ്യുമ്പം 7 വരും, 3ഉം -2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വരും, 2ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 വരും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. വി ഹാവ് ടു ഫൈൻഡ് A - B. എയുടെ മെട്രിക്സിൻ്റെ ഓർഡർ 2x2, ബിയുടെ മെട്രിക്സിൻ്റെ ഓർഡർ 2x2. രണ്ട് മെട്രിക്സുകളുടെ ഓർഡറുകൾ സെയിം ആണെങ്കിൽ നമുക്ക് തീർച്ചയായും അതിനെ സബ്ട്രാക്ട് ചെയ്യാം. 2 4 3 2. രണ്ടാമത്തെ മെട്രിക്സ് മൈനസ് രണ്ടാമത്തെ മെട്രിക്സ് 1 3 -2 5. ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ കൂടെ പറയാം. നോക്കിക്കേ, 2 - 1 കുഴപ്പമില്ല, ആൻസർ ഈസ് 1. അടുത്തത് 4 - 3 കുഴപ്പമില്ല, ആൻസർ 1. അടുത്തത് 3 - -2. 3 - -2 എന്ന് പറയുമ്പോൾ എന്താവും? 3 + 2 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 5. അടുത്തത് 2 - 5 വിച്ച് ഈസ് ഈക്വൽ ടു -3. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. 3A - C. 3A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് 3A. ഇപ്പോൾ 3A എന്ന് പറയുന്നത് എന്ത് വരും? ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 3, ഇതിനെ 3, ഇതിനെ 3, വിച്ച് ഈസ് ഈക്വൽ ടു 6 12 9 6 എന്ന് വരും. അടുത്തത് 3A - C. അപ്പോൾ 3Aയിൽ നിന്ന് C മെട്രിക്സ് കുറയ്ക്കുക. ഏതാണ് C മെട്രിക്സ്? ഇതാണ് C മെട്രിക്സ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം -2 5 3 4. അപ്പോൾ 3A - C ആവും. ഓക്കെ, എന്ത് വരും? 6 - -2 എന്ന് പറയുമ്പോൾ +8. ഓക്കെ, മൈനസ് ഓഫ് മൈനസ്. 12 - 5 which is equal to 7. 9 - 3 which is equal to 6. 6 - 4 which is equal to 2. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടിക്കേണ്ടതാണ് AB മെട്രിക്സ്. AB മെട്രിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഓർഡർ ഒന്നും അല്ല നോക്കുന്നത്. ഈ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോസും ഈക്വൽ ആണോ നോക്കിയാൽ മതി. എന്താ ഞാൻ പറഞ്ഞത്? ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോസും ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി അത് രണ്ടിൻ്റെയും കോളംസും റോസും ഈക്വൽ ആണ്. ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോ ഈക്വൽ ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ്റെ മെത്തേഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. എ മെട്രിക്സിൻ്റെ റോകളെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, 2, 4 3, 2. ബി മെട്രിക്സിൻ്റെ കോളങ്ങളെ റൈറ്റ് സൈഡിലോട്ട് എഴുതുക. കോളം 1 - 2 ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം എന്താ? 3, 5. ഇനി സ്ട്രെയിറ്റ് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കിക്കേ, എങ്ങനെ ചെയ്യാം? 2 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 - 4 × -2 4 × -2 വിച്ച് ഈസ് ഈക്വൽ ടു -8. ശരിയല്ലേ? അടുത്തത് നടുക്ക് പ്ലസ് ആട്ടോ എപ്പോഴും, സോറി ഞാൻ എഴുതി തെറ്റിപ്പോയതാണ്. 2 × 1 2 + 4 × -8. അടുത്തത് 2 × 3 വിച്ച് ഈസ് ഈക്വൽ ടു 6 + 5 × 4 20. അടുത്തത് 3 × 1 3 + 2 × -2 വിച്ച് ഈസ് ഈക്വൽ ടു -4. 3 × 3 9 + 2 × 5 10. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്താൽ മതി. 2 - 8 -6, 6 + 20 26, 3 + -4 -1, 9 + 10 19. ഓക്കെ, ഇതാണ് നമ്മളുടെ AB മെട്രിക്സ്. ഓക്കെ, അപ്പോൾ AB മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? 2x2 തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എങ്ങനെ? രണ്ട് മെട്രിക്സിൻ്റെ കോളവും റോയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് എടുക്കുന്നതായിരിക്കും പുതിയതായിട്ട് കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ. എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2x2 ആയിരിക്കും.
ഓക്കെ, ഇനി അങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും മനസ്സിലാവും കേട്ടോ. ബി എ മെട്രിക്സ്, അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബി മെട്രിക്സിൻ്റെ റോകളെ എഴുതുക. ബി മെട്രിക്സിൻ്റെ റോകളെ ലെഫ്റ്റ് സൈഡിൽ 1,3 -2,5. എ മെട്രിക്സിൻ്റെ കോളം, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളംസ് 2,3 4,2. എടുക്കുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് തെറ്റി. അപ്പോൾ എടുക്കുന്നത് കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. 2 × 1 2 + 9 4 + 6 -4 to 5 ആണോ? അതെ. -4 + 15 -8 + 10. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് നോക്കിയേക്കാം. 11 10 11 2. ഓക്കെ, ശരി. അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ജസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയില്ല. ഇതിൽ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. രണ്ട് മെട്രിക്സിന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡറുകൾ സെയിം ആയിരിക്കണം. ഓർഡറുകൾ സെയിം ആണെങ്കിൽ നേരെ ആഡ് ചെയ്യും. ഇവിടെ -ബിയും ബിയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 0 ആയി പോകും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹോംവർക്കായിട്ട് ചെയ്തോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഐഡൻറ്റിറ്റി ആണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കത് മനസ്സിലായി. പക്ഷേ ഇതൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു എലമെൻറ്റ്, ഇവിടെ ഒരു എലമെൻറ്റ്, ഇവിടെ ഒരു എലമെൻറ്റ്, ഇവിടെ ഒരു എലമെൻറ്റ്. ഓക്കെ, അത് 2x2 മെട്രിക്സ് ആണ്. ഇവിടെ എലമെൻറ്റ്, ഇവിടെ എലമെൻറ്റ്. അപ്പോൾ ഇത് ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ അതിനെ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വലിയൊരു മെട്രിക്സ് ഇട്ട് അതിനെ ഒന്ന് ആഡ് ചെയ്തേക്കാം. ആദ്യത്തെ രണ്ട് എലമെൻറ്റുകൾ ഇതും ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? a² + b² + 2ab. ഏതാ ഐഡൻറ്റിറ്റി? സ്ഫടികത്തിലെ a + b² a + b² = a² + b² + 2ab, അല്ലെ a² + 2ab + b². ഓക്കെ, അടുത്തത് നോക്കിയേ. അടുത്ത എലമെന്റ് ഏതൊക്കെയാ? അതെ, ഇതും ഇതും ഇതുപോലെ തന്നെയാണ്. എന്ത് വരും? b² + c² + 2bc എന്ന് വരും. കറക്റ്റ്. ഇനി അടുത്തത് നോക്കിയേ. a² + c² - 2ac. അടുത്തത് a² + b² - 2ab. ഇത് ഓരോന്നും ഏതൊക്കെ ഐഡൻറ്റിറ്റീസ് ആണെന്ന് നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് വൺ ഏത് ഐഡൻറ്റിറ്റി? a + b² a + b². രണ്ടാമത്തത് ഏത് ഐഡൻറ്റിറ്റി? അത് b + c² ആയിരിക്കും. b + c². ഇനി അടുത്തതോ? ഇവിടെ ഒരു മൈനസ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതെന്താവും? മൈനസ് വരുമ്പോൾ അത് a + c² അല്ല, പകരം എന്താണ്? a - c² ആണ്. -c². അവസാനത്തപ്പം ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ്? a - b² ആണ്. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം. അടുത്ത ചോദ്യം, സ്ട്രെയിറ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഒന്നും ചെയ്യാനില്ല. ഞാൻ റോസും കോളംസും മാത്രമേ എഴുതുള്ളൂ. ബാക്കി മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോസ് a b - b a. രണ്ടാമത്തതിൻ്റെ കോളംസ് a b - b a. a ആകുമ്പം ഇത് a² + b² വരും. ഇത് -ab + ba അങ്ങനെ വരും. ഇത് രണ്ടും ക്യാൻസലായി പോകും കേട്ടോ. -ab യും ba രണ്ടും ഈക്വൽ അല്ലേ? 3 × 2 2 × 3 എന്താ? രണ്ടും 6 തന്നെയല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലേ? അതുപോലെ തന്നെയാണ് -ab യും ba യും ഈക്വലാണ്. സോൾവ് ചെയ്ത് നോക്കണം. സോൾവ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ a² + b² 0 0 a² + b² എന്ന് വരും. ഓക്കെ, ചെയ്ത് നോക്കണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുമ്പോൾ സ്ഥിരമായിട്ട് തെറ്റിക്കുന്നൊരു ചോദ്യമാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ രണ്ട് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? സപ്പോസ് ഇതിനെ എയും ഇതിനെ ബി എന്ന് ഞാൻ വിളിക്കുവാണെങ്കിൽ എയുടെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? ഇത് 3x1 മെട്രിക്സ് ആണ്. ബി മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? ഇത് 1x3 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പുതിയ എ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? അത് 3x3 ആയിരിക്കും. ഓക്കെ, ഇതൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി കാര്യം നിങ്ങൾ നോക്കിയോ. 1 2 3 ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോകളെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എത്തും. അപ്പം ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ എന്ന് പറയുമ്പോൾ ഏതാ ഉള്ളത്? ഒന്ന് നോക്കിയേ. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് റോ, ഇതാണ് സെക്കൻഡ് റോ, ഇതിൽ തേർഡ് റോ. നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യനിലെല്ലാം റോ എന്ന് പറയുമ്പോൾ 2 എലമെൻ്റ് ഉണ്ട്, കോളം എന്ന് പറയുമ്പോഴും 2 എലമെൻ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്തേ ഉള്ളൂ? ഒരു എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു എലമെൻ്റ് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. 1 ഒരു ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് റോയിൽ 2, തേർഡ് റോയിൽ 3. അടുത്ത കോളം നോക്കാം. ഇതിൽ കോളത്തിലും സെയിം ഇഷ്യൂ തന്നെ വരും. കോളത്തിലും ഒരു എലമെൻറ്റ് വെച്ചേ ഉള്ളൂ. കുഴപ്പമില്ല.
ഇനി നേരെ അതങ്ങ് മൾട്ടിപ്ലൈ 2 ഇൻറ്റു 1 2. നേരത്തെ നമ്മൾ പ്ലസ് സംതിങ് എന്നുള്ള ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അവിടെ പറ്റത്തില്ല, കാരണം ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. നേരെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 1 ഇൻറ്റു 3 3, 1 ഇൻറ്റു 4 4, 2 ഇൻറ്റു 4 6 8 6 9 12. ആൻസറായി. ഓക്കെ, ഇതുപോലെ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴേ നമുക്ക് അത് ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് 3 ഇൻറ്റു 3 മൾട്ടിപ്ലിക്കേഷനാണ്. 3 ഇൻറ്റു 3 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം ഇതൊരു ഇച്ചിരി വലുതായിട്ട് എഴുതാം. കാരണം വെച്ചാൽ ഇതിൽ സ്പേസ് അത്യാവശ്യം കൂടുതൽ വേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്കിത് ആദ്യമേ ഇച്ചിരി വലുതായിട്ട് എഴുതാം. ഓക്കെ, ഇത്ര എഴുതാം. ഇനി അടുത്തത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോകൾ. നേരത്തെ പരിപാടി തന്നെ 2 3 4 3 4 5 4 5 6. ഇവിടെ ഈ മെട്രിക്സിൻ്റെ കോളംസ് എഴുതിക്കോ. 1 0 3 എൻ്റെ കൂടെ എഴുതി പോരും കേട്ടോ. -3 2 0. അടുത്തത് 5 4 5. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്ന് അറിയാൻ വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ 3 എണ്ണം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാൻ 3 എണ്ണം. അത് എപ്പോഴും സെയിം ആയിരിക്കും. ഇതിങ്ങനെ ഓരോ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം സെയിം ആണ്, ഇവിടെ 2 എണ്ണം ഇവിടെ 2 എണ്ണം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ ശരിക്കും പോസിബിൾ ആയിട്ടുള്ളൂ. മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 2 എണ്ണം ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം ഇവിടെ 2 എണ്ണം. അങ്ങനെ കറക്റ്റ് 2 എണ്ണം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ 3 എണ്ണം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ അങ്ങനെ ഉള്ളപ്പോഴേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ 2 ഇൻറ്റു 1 2 പ്ലസ് 0 പ്ലസ് 12. അടുത്തത് -6 പ്ലസ് 6 പ്ലസ് 0. അടുത്തത് 10 പ്ലസ് 12 പ്ലസ് 20. അത് കഴിഞ്ഞു. അടുത്തത് 3 പ്ലസ് 0 പ്ലസ് 15 -9 പ്ലസ് 8 പ്ലസ് 0 15 പ്ലസ് 16 പ്ലസ് 25. അപ്പം അങ്ങനെ പോവാണ്. അപ്പം ഇതിലെ കുറച്ച് ചെയ്യില്ല, ഓരോന്നും ചെയ്യാൻ സമയം പോകും. എന്നാലും ഇതിലെ ആൻസർ നമുക്കറിയാമല്ലോ. ഇത് 14 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഇത് 30 പ്ലസ് 12 42 ആയിരിക്കും. ഇത് ഓരോ കമ്പ്യൂട്ടേഷനും ഇത് 18 ആയിരിക്കും. നിങ്ങൾ ചെയ്തോണം, എന്നിട്ട് ഈ മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യണം. ആൻസർ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഇത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ആൻസർ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ രീതിയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോസ് 2 2, 1 3, 2 -1, 1. അടുത്ത മെട്രിക്സിൻ്റെ കോളംസ് 1, -1 0, 2 1, 1. എളുപ്പമല്ലേ? നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 - 1 which is equal to 1. 0 plus 2 2. 2 plus 1 3. 3 minus 2 1. 0 plus 4. 3 plus 2. 3 plus 2 5. -1 -1 -2. 0 plus 2 2. -1 + 1 0. ഓക്കെ, ശരി, ചെയ്ത് നോക്കണേ. സെയിം കാര്യം തന്നെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാമല്ലോ. കാര്യം എന്താണെന്നുള്ളത് നേരെ ഞാൻ ജസ്റ്റ് ഫ്രെയിം മാത്രം എഴുതി വെക്കാം. ഇതിൽ റോസ് എഴുതുക. 3 -1 3 -1 0 2. കോളംസ് 2 1 3 -3 0 1. എളുപ്പമല്ലേ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്, അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഹോംവർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. കോസ് തീറ്റ ഇൻറ്റു സംതിങ് സൈൻ തീറ്റ ഇൻറ്റു സംതിങ്. അത് സോൾവ് ചെയ്യാൻ, സിംപ്ലിഫൈ ചെയ്യാനാണ് വെച്ചാൽ. അപ്പോൾ ഇതൊരു കുറച്ചൊരു ട്രിക്കിയാണ്, എന്നാലും ചെയ്യാൻ പറ്റും. നോക്കിയോ, ഈ കോസ് തീറ്റ ഇൻറ്റു എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം? ഈ കോസ് തീറ്റ ഇൻറ്റു എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ കോസ് തീറ്റ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഈ കോസ് തീറ്റ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ സൈൻ തീറ്റ കൊണ്ട് ഇതിനെയും 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 മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, സോറി പേജ് പറഞ്ഞു. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, കോസ് സ്ക്വയർ തീറ്റ, ശരിയല്ലേ? അടുത്തത് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്നോ കോസ് തീറ്റ സൈൻ തീറ്റ എന്നോ എഴുതാം, കുഴപ്പമില്ല. അടുത്തത് മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. ശ്രദ്ധിച്ച് നോക്കിക്കോണേ, കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ അല്ല, -2 ഇൻറ്റു, നിങ്ങൾ ഓർത്തോണം, -2 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 - 3 അല്ലോ നിങ്ങൾ എഴുതുന്നത്, -6 എന്നല്ലേ എഴുതുന്നത്. അതുപോലെ തന്നെ കാര്യം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. മുമ്പോട്ട് പോകുന്നു. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, പ്ലസ് ഇനി എന്ത് ചെയ്യണം? സൈൻ തീറ്റയാണ് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ആദ്യമേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഒറ്റ മെട്രിക്സ് ആക്കിയിട്ടേ ബാക്കി മുന്നോട്ട് പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ, പിന്നെ സൈൻ സ്ക്വയർ തീറ്റ. ശരി,
ഓക്കെ, ഇനി എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് അഡീഷൻ. കാരണം ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2x2 ആണ്, ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2x2 ആണ്. രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ 2x2 ആണെങ്കിൽ അതിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നേരെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ദേ ഈ കോസ് സ്ക്വയർ തീറ്റയും ഇവിടെ ഉള്ള സൈൻ സ്ക്വയർ തീറ്റയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്കറിയാം അതൊരു ഐഡൻറ്റിറ്റിയാണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്, ഇവിടെ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് ക്യാൻസൽ ആയി പോവും, 0. ഇവിടെ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്, ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്. ഓക്കെ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി പോവും? 0. കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അത് പറയുന്നതിന് മുമ്പ് ഇവിടെ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ ഉദ്ദേശിക്കുന്നത് മെട്രിസസ് ആണ്. ദേ നോക്കിക്കേ, സപ്പോസ് ഞാൻ നിങ്ങൾക്കൊരു കണക്ക് തരികയാണ്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 3. ഇതിൽ നിന്ന് എക്സും വൈയും കണ്ടെടുത്താൻ പറയുകയാണ്. എക്സും വൈയും വേരിയബിൾസ് ആണെന്ന് വിചാരിച്ചു. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്കിത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ആഡ് ചെയ്യലാണ്. ഇത് രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താൽ എന്ത് പറ്റും? എക്സും എക്സും കൂടെയും ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് 2x ആവും. ഓക്കെ, പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 0 ആയി പോവും. ഈക്വൽ ടു 7 + 3 10. എക്സിൻ്റെ വില 10/2 വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. തർക്കമില്ലല്ലോ. എന്നിട്ട് ഈ 5ൻ്റെ വാല്യൂ എനിക്ക് ഇവിടെ എക്സിന് ഏതിനെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. 5 + y ഈസ് ഈക്വൽ ടു 7, y ഈസ് ഈക്വൽ ടു 7 - 5 അല്ലെങ്കിൽ ഈക്വൽ ടു 2, അല്ലെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്താലും മതി. 5 - y ഈസ് ഈക്വൽ ടു 3. -y അപ്പുറത്തോട്ടും 3 ഇപ്പുറത്തോട്ടും വന്നു കഴിഞ്ഞാൽ 5 - 3 ഈസ് ഈക്വൽ ടു y, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ സോൾവ് ചെയ്യുന്നതെങ്കിൽ ഇതേ രീതിയിലാണ് നമ്മൾ മെട്രിക്സ് സോൾവ് ചെയ്യുന്നത്. പക്ഷേ മെട്രിക്സിന് ചെറിയ മെത്തേഡ് ഡിഫറൻസ് ഉണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് മെട്രിക്സ് ഞാൻ എഴുതുന്നു. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 7 0 2 5. രണ്ടാമത്തെ മെട്രിക്സ് ഞാൻ എഴുതുന്നു. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 3 0 0 3. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് വൈയും മൈനസ് വൈയും പോയി എക്സും എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x ആവും. ഇസ് ഈക്വൽ ടു ദി മെട്രിക്സ്. നോക്കിക്കേ, 7ഉം 3യും 7ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 0 2 + 0 2 5 + 3 8. ഓക്കെ, ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2x ഈസ് ഈക്വൽ ടു ഇതാണെന്നുണ്ടെങ്കിൽ ഈ 2 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ 2 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതെ, നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനെ എഴുതുന്ന രീതിയാണ് ദേ ഇങ്ങനെ 1/2 ഇൻറ്റു ദാറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെയും 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എന്ത് വരും? 10/2 5 0 1/2 ഇൻറ്റു 2 1/2 ഇൻറ്റു 2 ഇങ്ങനെയൊക്കെ ഓർക്കണം കേട്ടോ. 2 ഇൻറ്റു കട്ട് ചെയ്ത് 1 1/2 ഇൻറ്റു 8 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 8 എന്ന് 4. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി. എക്സിൻ്റെ വില നേരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇട്ട് കൊടുത്താൽ വൈയുടെ വില കിട്ടും. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാൻ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എക്സ് പ്ലസ് വൈ 5 0 1 4 പ്ലസ് വൈ എന്താണ്? ഒന്നുമില്ല, വൈ കണ്ടുപിടിക്കണ്ടേ. വൈ ഈസ് ഈക്വൽ ടു ദാറ്റ് മെട്രിക്സ് 7 0 2 5 7 0 2 5. പേജില്ല. ഈ 5 0 1 4 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? അതിപ്പുറത്ത് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ വൈ എന്തായിരിക്കും? പെട്ടെന്ന് പറയുകയാണെങ്കിൽ 7 0 2 5 മൈനസ് 5 0 1 4 ചെയ്യുക. 5 0 1 4 ചെയ്യുക. 7 - 5 2 0 - 0 0 2 - 1 1 4 5 - 4 1. ഓക്കെ, ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ? ഞാനിപ്പോൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും മെത്തേഡ് സെയിം തന്നെയാണ്. ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇക്വാളിറ്റി ഓഫ് മെട്രിസസ്. രണ്ട് മെട്രിസസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? രണ്ട് മെട്രിസസ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. സിമ്പിളല്ലേ? രണ്ട് മെട്രിസസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ വൈയുടെ വില എന്തായിരിക്കും? y ഈസ് ഈക്വൽ ടു 4, z ഈസ് ഈക്വൽ ടു 3, x ഈക്വൽ ടു 1. കഴിയും. ഓക്കെ, ഇവിടെ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് വാല്യൂസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പം ഇതിനകത്ത് നിന്ന് ഓരോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിനെയും സെപ്പറേറ്റ് ആക്കി എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഇത് നോക്കിയേ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6. അതൊരു സത്യമാണ്. ഓക്കെ, 5 6 ആയിപ്പോയി.
5 പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5. അടുത്തത് എക്സ് വൈ ഈസ് ഈക്വൽ ടു 8. ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്, 3 കാര്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നോക്കിക്കേ, 5 പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ ഇസഡിൻ്റെ വില എന്തായിരിക്കും? 5 മൈനസ് 5 ഇസഡ് ഈസ് ഈക്വൽ ടു 0. വളരെ എളുപ്പം. ഇനി ബാക്കി എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ കുറച്ച് ലോജിക്കലി ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടും. പ്രോബ്ലം വെച്ചിട്ടാണെങ്കിൽ കുറച്ച് നേരം എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ച ലോജിക്ക് ഇതാണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ എക്സിനെയും വൈനെയും കൂടെയും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താ? എക്സിനെയും വൈനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 6ഉം 2നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് കിട്ടുന്നത് 8ഉമാണ്. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? ആ 2 നമ്പേഴ്സ് നമുക്കറിയാം, അത് 2ഉം 3ഉം ആണ്. 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 6 ആവും. 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം 4ഉം ആണ്. 2ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് 6 ആണ്. 2ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് 8 ആണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏതിനാ 2? എക്സിനാണോ വൈക്കാണോ 2, എക്സിനാണോ വൈക്കാണോ 4 എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസഡിൻ്റെ വാല്യൂ 0 ആണ്, എക്സിൻ്റെ വാല്യൂ 2ഉം 4ഉം ആകാൻ പറ്റും, വൈയുടെ വാല്യൂവും 2ഉം 4ഉം ആകാൻ പറ്റും. ഓക്കെ, ഇത് മാത്തമാറ്റിക്കലിയും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാനൊന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്ത് തരാം. ഇത് നോക്കിയേ, ഫസ്റ്റ് തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ വെച്ച് കട്ടിക്കൊള്ളാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 6, എക്സ് വൈ ഇസ് ഈക്വൽ ടു 8 എന്നുള്ളതാണ്. ഇതിൽ നിന്ന് y ഇസ് ഈക്വൽ ടു എനിക്ക് 8/x എന്ന് എഴുതാം ഈ ഇക്വേഷനിൽ നിന്ന്. അത് ഞാൻ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈക്ക് പകരം 8/x വരും, വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു 1 അല്ല എക്സ് ഇൻറ്റു എക്സ് 1 ഇൻറ്റു 8 1 ഇൻറ്റു എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 8 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് വരും. എക്സ് സ്ക്വയർ പ്ലസ് 8 ഇസ് ഈക്വൽ ടു എക്സ് അപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6x. ആ 6x ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? 2 നമ്പേഴ്സ് അതിനെ ആഡ് ചെയ്യുമ്പോൾ -6 ചെയ്യണം, അതുപോലെ തന്നെ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 വരണം. ഏതൊക്കെയാണ് നമ്പേഴ്സ്? -2ഉം -4ഉം അല്ലേ? -2ഉം -4ഉം ആഡ് ചെയ്യുമ്പോഴത്തേക്കും -6 വരും, ആഡ് ചെയ്യുമ്പോൾ -6 വരും, -2ഉം -4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 വരും അല്ലേ? അപ്പോൾ x-2 ഇൻറ്റു x-4 എന്ന് അതിന് എഴുതാൻ പറ്റും. എക്സിന് 2 വാല്യൂകളുണ്ട്, 2ഉം 4ഉം. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ, എക്സിന് ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 4. എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? 2. അപ്പോൾ 2 വാല്യൂ ഉണ്ട്, എക്സിന് 2 4, വൈക്കും 2 4. ഓക്കെ, കേട്ടിരുന്നാൽ മാത്രം പോരാ, ചെയ്ത് നോക്കണം, ചെയ്ത് മനസ്സിലാക്കണം. ഓക്കെ, അവസാനത്തെ ചോദ്യം നോക്കിക്കേ. ഓക്കെ, അവസാനത്തെ ചോദ്യം ഇതാണ്. ഇതല്ലേ ചെയ്തത്? ഓക്കെ, ഇതാണ് അടുത്ത അവസാനത്തെ ചോദ്യം. ഇതിൽ നമുക്കെല്ലാം ഒന്ന് എടുത്തെഴുതാം, പെട്ടെന്ന് തീരും. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 9 ആണ് ആദ്യത്തെ സത്യം. രണ്ടാമത്തെ സത്യം എക്സ് പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 5, വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 7 മൂന്നാമത്തെ സത്യം. ഓക്കെ, വൈ പ്ലസ് ഇസഡ് സൂക്ഷിച്ച് നോക്കിക്കോണേ. വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 7 ആണെങ്കിൽ ആ വൈ പ്ലസ് ഇസഡിന് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് എന്ത് എഴുതാം? ഒന്നാമത്തെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന് എന്ത് എഴുതാം? വൈ പ്ലസ് ഇസഡിന് പകരം 7 എന്ന് എഴുതാം. 7 ഈസ് ഈക്വൽ ടു 9. എക്സ് ഈസ് ഈക്വൽ ടു 9ൽ നിന്ന് 7 കുറച്ചാൽ നമുക്ക് എക്സിൻ്റെ വില 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൊത്തം സീക്വൻസ് ആയിട്ട് നമ്മൾ ഈ ട്രഷർ ഹണ്ട് പോലെ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എക്സിന് 2 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു പോവുകയാണ് കുട്ടികളെ, ഈ എക്സിന് 2 ഞാൻ ഇവിടോട്ട് ഇട്ട് കൊടുക്കുന്നു. എക്സിന് 2 ഞാൻ ഇവിടോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇസഡ് എന്ത് കിട്ടും? എക്സിന് 2 കൊടുത്താൽ 2 പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ഇസഡിൻ്റെ വാല്യൂ എനിക്ക് 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ വീണ്ടും ഇസഡിൻ്റെ വാല്യൂ 3 എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പം എനിക്ക് എന്ത് കിട്ടും? വൈ പ്ലസ് ഇസഡിന് പകരം 3 ഇട്ട് കൊടുക്കുന്നു. വൈ പ്ലസ് 3 ഈസ് ഈക്വൽ ടു 7. വൈയുടെ വില 7 മൈനസ് 3 അല്ലെങ്കിൽ 4. അങ്ങനെ ഒരെണ്ണത്തിൽ നിന്ന് അടുത്തതിലേക്കുള്ളൊരു യാത്രയായിരുന്നു. എക്സിന് 2 കിട്ടിയാൽ ഉടനെ വൈ കിട്ടി, അല്ല ഇസഡ് കിട്ടി കഴിഞ്ഞിട്ട് വൈ കിട്ടി. ഓക്കെ, ചെയ്ത് നോക്കണം.
ഓക്കെ, ശരി. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻറ്റും വളരെ രസകരമായ അടുത്ത ചോദ്യം എന്താണത്? രണ്ട് മെട്രിസസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സെയിം കാര്യം തന്നെ എന്നിട്ട് ഇക്വേറ്റ് ചെയ്താൽ മാത്രമേ, പക്ഷെ നോർമൽ രീതിയിൽ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തത് സെയിം എ മൈനസ് ബി ഈക്വൽ ടു -1, ഒന്നാമത്തെ സത്യം. രണ്ടാമത്തെ സത്യം 2a + c ഈസ് ഈക്വൽ ടു 5, രണ്ടാമത്തെ സത്യം. മൂന്നാമത്തത് 2a - b ഈസ് ഈക്വൽ ടു 0. അടുത്ത സത്യം 3c + d ഈസ് ഈക്വൽ ടു 13. ഇങ്ങനെ 4 സത്യങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഓക്കെ, ഈ 4 സത്യങ്ങളിൽ മൂന്നാമത്തെ സത്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാൻ പറ്റും. 2a - b ഈസ് ഈക്വൽ ടു 0. ഓക്കെ, 2a - b ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം 2a ഈസ് ഈക്വൽ ടു b എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 2a ഈസ് ഈക്വൽ ടു b ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? 2a ഈസ് ഈക്വൽ ടു b ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ആദ്യത്തെ ഇക്വേഷൻ എന്താ? ആദ്യത്തെ ഇക്വേഷൻ a - b ഈസ് ഈക്വൽ ടു -1. അവിടെ ഞാൻ ബിക്ക് പകരം 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് a കിട്ടും. a - bക്ക് പകരം എന്ത് എഴുതും? ഞാൻ 2a എന്ന് എഴുതും. ഈസ് ഈക്വൽ ടു -1. a - 2a എന്ന് പറയുന്നത് എന്താണ്? -a അല്ലേ? 1 - 2 എന്ന് പറഞ്ഞാൽ -1. അതുപോലെ a - 2a എന്ന് പറഞ്ഞാൽ -a ഈസ് ഈക്വൽ ടു -1. എയുടെ വില കിട്ടി, എന്താണ്? 1 എന്ന് കിട്ടും. ഓക്കെ, എയുടെ വില 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യേണ്ടത്? അടുത്ത നമുക്ക് എയുടെ വില ഇട്ട് കൊടുത്തിട്ട് അടുത്ത് കണ്ടുപിടിക്കാം. ഇവിടെ 2 സ്ഥലത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും എയുടെ വില. ഇവിടെ എയുടെ വില 1 ഇട്ട് കൊടുത്താൽ c കിട്ടും. ഇവിടെ എ വില 1 കൊടുത്താൽ b കിട്ടും. ആദ്യമേ b കണ്ടുപിടിക്കാം. 2a - b ഈസ് ഈക്വൽ ടു 0 ആണ്. എയുടെ വില 1 ഇടുമ്പോൾ 2 × 1 - b ഈസ് ഈക്വൽ ടു 0. 2 - b ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ -b അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് വരും? ബിയുടെ വില 2 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ഇതിനകത്ത് എയുടെ വില 1 ഇട്ട് കൊടുക്കുമ്പോഴോ നമുക്ക് നോക്കാം. 2 × 1 + c ഈസ് ഈക്വൽ ടു -1. 2 + c ഈസ് ഈക്വൽ ടു -1. അത് കഴിഞ്ഞിട്ട് സിയുടെ വില എന്തോ തെറ്റുണ്ടല്ലോ. 2 + c ഈസ് ഈക്വൽ ടു -2 വരും. സോറി, എൻ്റെ മിസ്റ്റേക്കാണ്. 2a + c 5 അല്ലേ? മൈ മിസ്റ്റേക്ക്. ഇവിടെ അങ്ങനെ യെസ് 2a + c ഈസ് 5 ആണ്. എഴുതിയ തെറ്റാണ്. 2a + c ഈസ് ഈക്വൽ ടു 5. 2 × 1 + c ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ഞാൻ അത് ടബ് ചെയ്യാം. ഓക്കെ, ശരി. 2a + c ഈസ് ഈക്വൽ ടു 5 ആണ്. 2 × 1 + c ഈസ് ഈക്വൽ ടു 5 ആണ്. സിയുടെ വില 5 - 2 അല്ലെങ്കിൽ സിയുടെ വില 3 എന്ന് കിട്ടും. സിയുടെ വില 3 എന്നുള്ളത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിയുടെ വില അവസാനത്തെ 3c + d ഈസ് ഈക്വൽ ടു 13. അതിൽ സിയുടെ വില 3 ഇട്ട് കൊടുക്കുമ്പം നമുക്ക് ഡിയുടെ വില 4 എന്ന് കിട്ടും. ചെയ്ത് നോക്കിക്കോണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യമേ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഐ സെക്കൻഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം പറയുന്നത് a² എന്നൊരു കാര്യമാണ്. a² എന്ന് പറഞ്ഞാൽ a × a ആണ്. ഓക്കെ, a × a അല്ലെങ്കിൽ 3 - 2 4 - 2 × 3 - 2 4 - 2. ഓക്കെ, അത് ചെയ്യുന്നത് നമ്മൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോകളെ എഴുതുക. 3 - 2, 4, -2. ഇവിടെ അതിൻ്റെ കോളംസ് എഴുതുക. 3, 4, -2, -2. മൾട്ടിപ്ലൈ ചെയ്യുക. 9 - 8 1, -6 + 4 is 2, -2. 12 -8 which is equal to 4, -8 + 4 which is equal to -4. ഓക്കെ, അപ്പോൾ നമുക്ക് a² കിട്ടി. ഇതാണ് a². ഇനി നമുക്ക് കിട്ടേണ്ടത് KA - 2i. ഓക്കെ, അതുകൂടെ കണ്ടുപിടിക്കാം. എന്നിട്ട് വേണം അത് ഇക്വേറ്റ് ചെയ്യാൻ. ആദ്യത്തത് KA എന്ന് പറഞ്ഞാൽ എയിലെ ഓരോ എലമെൻറ്റിനെയും K വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 3k - 2k പിന്നെ 4k - 2k.
കെ ആയി. ഇനി അടുത്ത എന്താണ് വേണ്ടത്? 2i. 2i കണ്ടുപിടിക്കുന്നത് ഐ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് അല്ലേ? അപ്പം അങ്ങനെ ആകുമ്പം 2i എന്ന് പറയുന്നത് എന്തായിരിക്കും? 2002 എന്ന് നമുക്ക് 2i എഴുതാൻ പറ്റും. ഇനി നേരെ നമ്മുടെ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ എന്താ? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഞാൻ ഇപ്പോഴത്തെ എഴുതാവേ, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ മൈനസ് 2i എന്നുള്ളതാണ്. എ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഓക്കെ, കെ 1 മൈനസ് 2 4 മൈനസ് 4. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ എ. കെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3k മൈനസ് 2k 4k മൈനസ് 2k മൈനസ് 2i. 2i എന്താ? 2002. ഓക്കെ, ഇനി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഇത് കമ്പ്യൂട്ട് ചെയ്യണം, കാരണം ഇത് രണ്ടും 2x2 മെട്രിക്സുകളാണ്. ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ശേഷം 1 മൈനസ് 2 4 മൈനസ് 4 ഇസ് ഈക്വൽ ടു, ആദ്യത്തെ എന്താ? 3k മൈനസ് 2. ഓക്കെ, 3k മൈനസ് 2. രണ്ടാമത്തത് മൈനസ് 2k മൈനസ് 0, അപ്പോൾ മൈനസ് 2k തന്നെ. അടുത്തത് 4k മൈനസ് 0 എന്ന് പറഞ്ഞാൽ 4k തന്നെ. അടുത്തത് മൈനസ് 2k മൈനസ് 2k മൈനസ് 2k മൈനസ് 2. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരെണ്ണം സോൾവ് ചെയ്താൽ മതി. ഈ 3k മൈനസ് 2ഉം ആദ്യത്തെ എലമെൻറ്റും സോൾവ് ചെയ്യാം. 3k മൈനസ് 2 ഇസ് ഈക്വൽ ടു 1. 3k ഇസ് ഈക്വൽ ടു മൈനസ് 2 അപ്പുറത്ത് പോകുമ്പോൾ 2 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 3, അല്ലെങ്കിൽ കെയുടെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, കിട്ടിയല്ലോ, മനസ്സിലായല്ലോ? ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ഇതുപോലെ തന്നെ. ജസ്റ്റ് ഒന്ന് എക്സ് വെച്ച് ഇതങ്ങ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് മെട്രിക്സ് എന്താവും? ഇത് 2x-ഉം ഇത് 3x-ഉം ആവും. അത് ആദ്യത്തെ കോളം മെട്രിക്സ്. അടുത്തത് y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം y × -1 മൈനസ് y, y × 1 y ഇസ് ഈക്വൽ ടു 10ഉം 5ഉം. ഓക്കെ, ഇതൊരു കോളം മെട്രിക്സ് 2x1, ഇതും 2x1, ഇതും 2x1. അപ്പോൾ ആദ്യത്തെ ഈ രണ്ട് മെട്രിക്സിനെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? 2x മൈനസ് y എന്ന് പറഞ്ഞാൽ 2x മൈനസ് y. അടുത്തത് 3x പ്ലസ് y, 3x പ്ലസ് y ഇസ് ഈക്വൽ ടു 10 5. ഓക്കെ, ഇനി ആദ്യത്തെ എലമെൻറ്റിനെയും ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റിനെയും നമുക്ക് ഇക്വേറ്റ് ചെയ്ത് ആദ്യത്തെ സത്യം എഴുതാം. ഏത് ആദ്യത്തെ സത്യം? 2x മൈനസ് y ഇസ് ഈക്വൽ ടു 10. രണ്ടാമത്തെ സത്യം എന്താ? 3x പ്ലസ് y ഇസ് ഈക്വൽ ടു 5. രണ്ട് മെട്രിക്സിനെ ഒന്ന് ആഡ് ചെയ്താൽ മതി. രണ്ട് മെട്രിക്സിനെ മൈനസ് വൈയും പ്ലസ് വൈയും ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. 2x-ഉം 3x-ഉം ആഡ് ചെയ്യുമ്പോൾ 5x ഇസ് ഈക്വൽ ടു 15. എക്സിന്റെ വില എന്തായിരിക്കും? 15/5 വിച്ച് ഈസ് ഈക്വൽ ടു 3. പ്രിയം തന്നെ 15/5 വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം വൈയുടെ വാല്യൂ, എക്സിന്റെ വാല്യൂ 3 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ എഴുതാൻ പറ്റും. 2 × 3 മൈനസ് y ഇസ് ഈക്വൽ ടു 10, അല്ലെങ്കിൽ 6 മൈനസ് y ഇസ് ഈക്വൽ ടു 10, y ഇസ് ഈക്വൽ ടു 16 എഴുതാൻ പറ്റും. എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്ക്? 6 ഓക്കെ 6 ഇവിടെ മൈനസ് 5 ഇപ്പുറത്തോട്ട് പോകുമ്പം ഇത് -10 ആവും. -10 + 6 എന്ന് പറയുമ്പോഴത്തേക്കും -10 + 6 അല്ലേ, -10 + 6 എന്ന് പറയുമ്പോഴത്തേക്കും വൈയുടെ വാല്യൂ -4 വരും. ഓക്കെ, റൈറ്റ്. അപ്പം അത്രയേ ഉള്ളൂ, കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഓക്കെ.